നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് VJDയുടെ സീക്രട്ട് റൊമാൻസ്. രണ്ട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. ഒരു കുഞ്ഞു നോവൽ. രണ്ട് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നായകന്റെ പേര് തന്നെയാണ്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളതാണ്. അതെന്താണെന്ന് ഇത് രണ്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണും. SI ആയി സ്റ്റേഷൻ ഡ്യൂട്ടി കിട്ടിയിട്ട് 4 വർഷമായെങ്കിലും കാര്യമായി പേരെടുക്കുവാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആകെ ഉണ്ടാക്കിയത് കുറച്ച് ശത്രുക്കൾ മാത്രം. പക്ഷേ ഞാൻ പെട്ടുപോയത് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഉടലെടുത്ത ശത്രുതയിലല്ല. അതിനൊക്കെ മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയം ബാക്കി വെച്ച് ചില കണക്കുകൾ തീർക്കുവാൻ പോയപ്പോഴാണ് എന്റെ ജീവിതം അടിമുടി മാറി മറിഞ്ഞത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ പിൻഭാഗത്ത് അധികം ആരും കടന്നു വരാത്തൊരിടമുണ്ടായിരുന്നു. ഞങ്ങൾ സിംഗിൾസിന്റെ വെള്ളമടി കേന്ദ്രം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോഴത്തെ MLA രാജീവനും പിന്നെ സജിയും മാത്യുവും ഇപ്പോൾ ലണ്ടനിലാ. MA കൂടി കഴിഞ്ഞിട്ടേ രാഷ്ട്രീയത്തിലേക്കുള്ളൂ എന്ന രാജീവന്റെ തീരുമാനവും മാറ്റേണ്ടി വന്നു. ഞങ്ങൾ 4 പേരുടെയും പ്രധാന കേന്ദ്രമായിരുന്നു ക്യാമ്പസിന്റെ പിൻഭാഗത്തെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ആൽമരവും. കോളേജിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ, കലാകായിക പരിപാടികൾ നടക്കുന്ന ദിവസങ്ങൾ, പിന്നെ നമ്മുടെ പാർട്ടി അല്ലാത്ത മറ്റു പാർട്ടിക്കാരുടെ സമര പരിപാടികൾ, ഇവയെല്ലാം നടക്കുന്ന ദിവസങ്ങളിലെല്ലാം പ്രധാനമായും ഞങ്ങൾ 4 പേരും ഇവിടെയാണ് കൂടാറ്. ഞങ്ങളുടെ പ്രധാന ശത്രുവാണ് അലക്സ്. എനിക്ക് അവനെ കണ്ടാൽ തന്നെ അടിക്കാൻ തോന്നും. ആ തോന്നലാണ് വർഷങ്ങൾക്ക് ഇപ്പുറം എന്നെ ഭൂതത്താൻകെട്ടിലെത്തിക്കുന്നതും. 3ാം വർഷം അവസാനിക്കാറായ സമയം. കോളേജിൽ അലക്സിന്റെ പാർട്ടിയുടെ സമരം നടക്കുന്ന ദിവസം ഞങ്ങൾ 4 പേരും ആലിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. കുറച്ച് നിമിഷങ്ങൾക്ക് അപ്പുറം ഞാൻ രാജീവിനോട് ചോദിച്ചു, നിനക്ക് നീനയെ ഇഷ്ടമായിരുന്നോ? സം ക്വസ്റ്റ്യൻസ് ഗോ അൺആൻസേർഡ്. അവന് അവളോടുള്ള പ്രണയം ആ കണ്ണിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചിരിയിലൂടെ മറുപടി പറഞ്ഞു, സം ടൈം ഇറ്റ് ഈസ് എ ബെറ്റർ. നീനയും ഉത്തരയോടൊപ്പം കോളേജിന്റെ പടിയിറങ്ങി പോയതാണ്. ഇരുവരും പിന്നെ ഡിഗ്രി ഡിസ്റ്റന്റ് ആയി പഠിച്ചു. കൂടെ TTCയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. 3 വർഷം, ഒരു 100 അനുഭവങ്ങൾ, പ്രണയം, നൊമ്പരം, പ്രതികാരം എല്ലാം ഞങ്ങൾ പഠിച്ചത് ഈ ക്യാമ്പസിൽ നിന്നാണ്. ഓരോ ചിന്തകൾ എന്നിലേക്ക് വന്നുപോയി. അവസാനമായി ഉത്തര കടന്നെത്തിയതും അവളുടെ ചിന്തകളിൽ നിന്നെ ഉണർത്തുന്ന വിധം പൊളിഞ്ഞു വീഴാറായ ഭിത്തിയിലേക്ക് മാത്യു കാലിക്കുപ്പിയെടുത്ത് എറിഞ്ഞു. മോശമല്ലാത്തൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ബ്രാൻഡിക്കുപ്പി ഭിത്തിക്ക് താഴെയുള്ള മണ്ണിൽ ചിന്നിച്ചിതറി വീണു. ആ ശബ്ദം കേട്ട് സജി ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കി. മാത്യുവിന്റെ ചിരിയും രാജീവന്റെ ശകാരവും ചേർത്ത് വായിച്ചപ്പോൾ സജിക്ക് കാര്യം മനസ്സിലായി. അവനെ അടിക്കാനായി തറയിൽ കിടന്നൊരു തടി കഷ്ണവും എടുത്ത് മുന്നോട്ട് പാഞ്ഞതും ക്യാമ്പസിനെ ലക്ഷ്യം വെച്ച് മാത്യു ഓടി. സത്യത്തിൽ തമാശയ്ക്കാണ് സജി അവനെ ഓടിച്ചത്. മാത്യു ഓടിയതും ചിരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് അവധി കിട്ടിയത് അലക്സ് നയിക്കുന്ന പാർട്ടിയുടെ സമരമുള്ളത് കൊണ്ടായിരുന്നു. മാത്യു ഓടിക്കയറിയത് പാർട്ടിക്കാരുടെ ഇടയിലേക്കും. സജി തടിയുമായി ഓടിയെത്തുന്നത് കണ്ട പാർട്ടിക്കാരിൽ പ്രധാനിയായ അലക്സ് എതിർ പാർട്ടിക്കാരനായ സജി അവരുടെ സമരം പൊളിക്കുവാൻ ഇറങ്ങിയതാണെന്ന് കരുതി അവനെ മുന്നിൽ നിന്ന് നെഞ്ചിൽ കാലുകൊണ്ട് ചവിട്ടി. മാത്യു ഇത് കണ്ടതും അലക്സിന്റെ പിന്നിൽ നിന്നും തലയുടെ ഇടതുവശത്ത് കാര്യമായി ക്ഷതമേൽക്കുന്ന വിധം അവന്റെ കയ്യിൽ കിട്ടിയ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു. പിന്നെ അവിടെ നടന്നത് കൂട്ടത്തല്ലായിരുന്നു. അലക്സിന്റെ ആ ഒരു ചവിട്ട് കാരണം ക്യാമ്പസിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ആ കാലത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയാണ്. 20 പേരെ 3 മാസം സസ്പെൻഡ് ചെയ്തു. 1 മാസം കോളേജ് അടച്ചിട്ടു. പോലീസ് കേസെടുത്തു. എക്സാം മാത്രം പോയി എഴുതാമെന്ന നിലയിലായി നമ്മുടെ 4 പേരുടെയും കോളേജ് ജീവിതം. അങ്ങനെ എക്സാം കഴിഞ്ഞ് മാത്യുവും സജിയും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി രാജ്യം വിട്ടു. രാജീവൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി. അവന്റെ തീരുമാനമായിരുന്നു ഞാനൊരു പോലീസുകാരനാകണമെന്ന്. 3 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ അവസാനം ഞാനത് സാധിച്ചു കൊടുത്തു. തിരുവനന്തപുരത്ത് SI ആയി ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് അലക്സിന്റെ പാർട്ടിയുടെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നതും പണ്ടത്തെ വൈരാഗ്യം മനസ്സിൽ നിന്നും പുറത്തു ചാടി. സമാധാനമായി നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ചിൽ ചാടിക്കേറി ഞാൻ അവന്റെ മുണ്ട് വലിച്ചൂരി ലാത്തി കൊണ്ട് അടിച്ചു. ആ അടി പല ചാനലിലും ഫ്ലാഷ് ന്യൂസായി ഓടി.
അതിനെ തുടർന്ന് എനിക്ക് കോതമംഗലം സ്റ്റേഷനിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കിട്ടി. ആദ്യമായി കോതമംഗലം സ്റ്റേഷനിൽ എത്തിയ അന്ന് ഉച്ചയോടെ തന്നെ ഒരു സിഗരറ്റ് വലിക്കാനായി പുറത്തിറങ്ങി. സ്റ്റേഷന്റെ മുൻവശത്തുള്ള കടയിൽ നിന്നും സിഗരറ്റ് വാങ്ങി ആദ്യ പുക എൻ്റെ ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചിറക്കി. അപ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു മുഖം കണ്ടത്. അതെ, ഉത്തര മേനോൻ. ചുണ്ടുകൾ പതിയെ മനസ്സിനോട് മന്ത്രിച്ചു. കാലുകൾ അവളെ ലക്ഷ്യമാക്കി പതിയെ ചലിച്ചു. 6 വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വെച്ച് കാണുമ്പോൾ കാൽമുട്ട് വരെ തട്ടി നിൽക്കുന്ന നീളമുടിയുണ്ടായിരുന്നു. അതിപ്പോൾ പകുതിയായി കുറഞ്ഞിരിക്കുന്നു. അന്നുണ്ടായിരുന്ന മുഖത്തെ കറുത്ത പാടുകൾ ഇപ്പോൾ ലവലേശം പോലുമില്ല. മങ്ങലില്ലാത്ത ഇരുനിറം അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് യാത്ര പറഞ്ഞകലുമ്പോഴോ ഞാൻ അവളെ കോളേജിൽ വെച്ച് കാണുമ്പോഴോ ഇത്രയും സൗന്ദര്യം അവളിൽ ഇല്ലായിരുന്നുവെന്ന് മനസ്സു പറഞ്ഞു. ഉത്തരയുടെ അരികിൽ ഞാൻ എത്തിയപ്പോഴാണ് അവൾ എന്നെ കണ്ടതും തിരിച്ചറിഞ്ഞതും. എന്താ ഇവിടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. വർഷങ്ങൾക്ക് ഇപ്പുറം എന്നെ കണ്ടത് കൊണ്ടാവാം ആ മുഖത്ത് എനിക്കായി ചെറുചിരി പടർത്തിയ ശേഷമാണ് പരാതി കടലാസ് എന്റെ നേരെ നീട്ടിയത്. മിണ്ടുന്നതിനോ സഹായം ചോദിക്കുന്നതിനോ പ്രയാസം വിചാരിക്കേണ്ട ആവശ്യം അവൾക്കുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ പ്രണയം തന്നെ തുടങ്ങുന്നതിനു മുമ്പ് അവസാനിച്ചിരുന്നു. പരാതി വായിച്ചു കൊണ്ടിരിക്കെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തണുത്ത മട്ടിൽ ചോദിച്ചു, ഹസ്ബൻഡ് വന്നില്ലേ? ഇല്ല, 2 വർഷം മുമ്പ് ഡിവോഴ്സായി. അവൾ അത് പറഞ്ഞു നിർത്തിയതും ഞാൻ മുഖത്തേക്ക് അറിയാതെ നോക്കി. കാര്യമായ ഒരു ഭാവവ്യത്യാസങ്ങളും ഞാൻ ആ മുഖത്ത് കണ്ടില്ല. കാരണം ചോദിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ചോദിക്കാമെന്ന് കരുതി. ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയതുകൊണ്ടും വിവാഹമോചനം നേടിയതുകൊണ്ടും വീട്ടുകാരുമായി അകന്നാണ് കഴിയുന്നത്. ഇവിടെ സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടിയപ്പോൾ സ്കൂളിനടുത്ത് തന്നെ ഒരു വാടക വീട്ടിലേക്ക് മാറി. ഒറ്റയ്ക്കാണ് താമസം. ഇന്നലെ ഞാൻ സ്കൂളിൽ പോയ സമയം എൻ്റെ വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറി. ഞാൻ തിരികെ വന്ന സമയത്ത് മുറിയിലും ടോയ്ലറ്റിൽ നിന്നും ഓരോ ഒളി ക്യാമറകൾ കണ്ടു. മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതായിരുന്നു പരാതി. ഞാനും കോൺസ്റ്റബിളും ഉത്തരയുടെ വീട് പരിശോധിച്ചെങ്കിലും തെളിവൊന്നും കണ്ടുകിട്ടിയില്ല. ഇറങ്ങാൻ നേരമാണ് തൊട്ടപ്പുറത്തെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന ബോർഡ് കണ്ടതും 2 മാസത്തെ വാടക കൊടുത്ത് ഞാൻ അവിടെ താമസം തുടങ്ങിയതും. താമസം തുടങ്ങി 2 ആഴ്ചകൾ പിന്നിട്ടെങ്കിലും ഇതുവരെ ഉത്തരയെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായി വരുമ്പോഴേക്കും അവളുടെ വീടിൻ്റെ ലൈറ്റ് ഓഫായി ഉറങ്ങിയിരിക്കും. നേരം വെളുത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അവൾ സ്കൂളിലേക്കും പോകും. അതായിരുന്നു പതിവ്. അന്ന് രാത്രിയും ഞാൻ അവളെ പറ്റി ഓർത്തു. കോളേജിൽ വെച്ച് പ്രണയം തുറന്നു പറയണമെന്ന് പലപ്പോഴും നനച്ചിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല. ശല്യമാകാത്ത വിധം ഒരു നിഴല് പോലെ ആരും അറിയാതെ അവൾക്ക് പുറകെ പല ദിവസങ്ങളിലും ഞാൻ നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലക്സിന്റെ സുഹൃത്ത് ഉത്തരയോട് ഇഷ്ടമാണെന്ന് പറയുവാൻ പോയി. അന്ന് അവളുടെ കയ്യിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു. അവനോടൊപ്പം പോയ അലക്സ് അവൾ അത് ഒളിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു. അത് പിടിച്ചു വാങ്ങി. ആ ലെറ്റർ ആദ്യം വായിച്ചതും 2ാമത് വായിച്ചതും അവൻ തന്നെയാണ്. എന്നോടുള്ള ദേഷ്യത്തിന് അവൻ ആ ലെറ്റർ 2ാമത് വായിച്ചത് കോളേജിലെ മൈക്കിലൂടെയായിരുന്നു. ഡിയർ കോളേജ് ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ ഉത്തരയ്ക്ക് ഈ കോളേജിലെ ഒരാളെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ അവന് കൊടുക്കാനായി കൊണ്ടു നടന്ന ലെറ്റർ ഒരു ഹംസത്തെ പോലെ, എങ്ങനെ ഒരു ഹംസത്തെ പോലെ അവനായി ഈ ലെറ്റർ മൈക്കിലൂടെ ഞാൻ വായിക്കാം. അലക്സിനോട് ഉത്തര കെഞ്ചി. അവളെ തട്ടിമാറ്റി അവൻ ആ ലെറ്റർ വായിച്ചു. ആദ്യമായി ഞാൻ ഇയാളെ കാണുന്നത് നീനയുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ്. സ്കൂൾ കഴിഞ്ഞ ഉടനെ പാടത്തിൽ ജോലിക്ക് ഇറങ്ങുന്ന 16കാരനെ പിന്നെ എന്നും കാണാൻ തോന്നി. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലേക്കുള്ള വരവ് കൂട്ടി. പക്ഷേ അന്നൊന്നും നീ എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. കണ്ടിരുന്നോ എന്ന് പോലും അറിയില്ല. പിന്നെ എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇക്കുറി എന്നെ ഒന്ന് നോക്കുമെന്നും മിണ്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ ഉത്തര. ക്യാമ്പസിലെ ഒരുവിധം എല്ലാവരും ആകാംക്ഷയോടെയാണ് അത് കേട്ടു നിന്നത്. പക്ഷെ ഞാൻ മാത്രം അത് അറിഞ്ഞതേയില്ല. അവൻ അനൗൺസ് ചെയ്യാൻ തുടങ്ങുന്നതിന് 5 നിമിഷങ്ങൾക്ക് മുമ്പ് മാത്യു പുതുതായി വാങ്ങിയ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് ഞാൻ കോളേജിന് പുറത്തേക്ക് പോകുകയും കത്ത് വായിച്ച് കഴിഞ്ഞ് എൻ്റെ പേര് മൈക്കിലൂടെ പറയുമ്പോഴാണ് ഞാൻ തിരികെ എത്തുന്നതും. അന്ന് ആ കത്ത് വലിയ കുഴപ്പമായി. കോളേജിലും ഉത്തരയുടെ വീട്ടിലും
അതോടുകൂടി ഉത്തരയുടെ TC വാങ്ങിക്കൊണ്ടുപോയി അവളുടെ അച്ഛൻ. പിന്നീട് ഇന്നാണ് ഇവിടെ വെച്ചാണ് അവളെ കാണുന്നത്. ഇലക്ഷൻ അടുത്ത് ഡ്യൂട്ടി സമയം കൂടി വരുന്നതിനിടയിലാണ് ഞാൻ സഞ്ചരിച്ച ബൈക്ക് ഒരു ബസ്സിലിടിച്ച് ആക്സിഡന്റ് പറ്റി എൻ്റെ വലത്തെ കൈ ഒടിയുന്നതും ശരീരത്തിൽ അങ്ങുമിങ്ങും ചെറിയ മുറിവും ചതവും പറ്റുന്നതും. 2 ആഴ്ച മെഡിക്കൽ ലീവ് എടുത്തു. സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും കാണാൻ വന്നു. ഞാൻ പ്രതീക്ഷിച്ച ആൾ മാത്രം ഇതുവരെ വന്നില്ല. പെട്ടെന്നാണ് പുറകിലെ വാതിലിൽ 2 മുട്ട് കേൾക്കുന്നത്. ശത്രുക്കൾ ആരെങ്കിലും ആണെന്ന് കരുതി ഞാൻ വെട്ടുകത്തിയുമായി ഡോറ് തുറന്നതും എന്താ കത്തിയൊക്കെ പിടിച്ച് ഉത്തര എന്നോട് ചോദിച്ചു. ഞാൻ അവളെ കണ്ടതും ഒന്ന് ഞെട്ടി അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താ ഇതില്? ഇനി ഈ വാതിൽ അടയ്ക്കണ്ട, മുൻവശത്ത് കൂടി എനിക്ക് വരാൻ പറ്റില്ല. ആരേലും കണ്ട വയ്യ. ഇതാവുമ്പോ മതിൽ ചടണമെന്നല്ലേ ഉള്ളൂ, സേഫാണ്, ആരും കാണില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. പറഞ്ഞത് ശരിയാണ്. പകൽ സമയത്ത് പോലും വീടിന്റെ പിൻവശത്തെ മതിൽ ചാടിയാൽ ആരും കാണില്ല. ഞാൻ കരുതി വരില്ല എന്ന്. മറുപടി ഒരു ദീർഘനിശ്വാസത്തിനൊപ്പമായിരുന്നു. വരാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ലല്ലോ. അവൾ ഹാളിൽ കിടന്ന കസേരയിൽ ഇരുന്നു. വരാൻ എന്തായിരുന്നു കാരണം? ചുമരിനോട് ചേർന്ന് നിന്ന് ചുമ്മാതൊരു നമ്പർ ഇട്ട് നോക്കി. മറുപടി ചെറിയൊരു ചിരിയിൽ ഒതുക്കി എന്നോട് ചോദിച്ചു, മതിലൊക്കെ ചാടി വന്നതല്ലേ, ഒരു ചായ പോലും ഇല്ലേ? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ഇവിടെ അടുക്കള മാത്രമേ ഉള്ളൂ, പാചകമൊന്നുമില്ല. അവൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെന്താ ഒരു പെണ്ണൊക്കെ കെട്ടാത്തത്? ഒരു സമയം വീട്ടിൽ കാര്യമായി നോക്കിയിരുന്നു. പിന്നെ ഒന്നും അങ്ങോട്ട് റെഡിയായില്ല. ഞാനും 3-4 പേര് പോയി കണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും കല്യാണം വരെ കൊണ്ടെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാനും മടുത്തു. നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ എന്തായിരുന്നു കാരണം? അവൻ ഒരു മടിയോടെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ആവട്ടെ ഒരു ദിവസം പോലും സമാധാനമില്ലായിരുന്നു. കോളേജിലെ കാര്യങ്ങൾ പല കഥകളായി ആരോ അങ്ങേരെ അറിയിച്ചിരുന്നു. ആ കഥകളിലൊക്കെ ഞാൻ വെറും മോശം പെണ്ണും. എന്റെ ദുസ്വഭാവം കൊണ്ട് കുടുംബക്കാർ ചേർന്ന് കോളേജ് നിർത്തി വീട്ടിലിരുത്തി പഠിപ്പിച്ചെന്നൊക്കെ ലഹരിയുടെ പുറത്ത് പുലമ്പുമായിരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിട്ടില്ല. അടുക്കളയിൽ ഒരു പായ് വിരിച്ച് അതിൽ കിടക്കും. എന്റെ വീട്ടിൽ നിന്നോ ആളുടെ വീട്ടിൽ നിന്നോ ആരെങ്കിലും വന്നാൽ മാത്രം മുറിക്കുള്ളിലേക്ക് വിളിക്കും. അടുക്കളയിൽ കിടന്ന പായ അവിടെ വിരിക്കും. എന്റെ വീട്ടുകാർക്ക് അവന്റെ കുടുംബമഹിമ മാത്രം മതിയായിരുന്നു. ആദ്യമൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് തെറിവിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ ബെൽറ്റ് വെച്ച് അടിക്കുവാനും തുടങ്ങി. എല്ലാം സഹിച്ച് ഒതുങ്ങുന്നത് കണ്ടിട്ടാവാം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേറെയൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യം തുറന്നു പറഞ്ഞു. അതിൽ അയാൾക്കൊരു കുട്ടിയുമുണ്ട്. അവരുടെ കാര്യത്തിലെ വീട്ടുകാരുടെ എതിർപ്പായിരുന്നു എന്നെ കല്യാണം കഴിക്കുവാനുള്ള കാരണം. മരിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് ചാടിയത് അലക്സിന്റെ ഭാര്യയുടെ വണ്ടിയിലും. കാലൊന്നൊടിഞ്ഞു. ഹോസ്പിറ്റലിൽ അലക്സും അവന്റെ ഭാര്യയും എന്നെ എന്നും വന്ന് കണ്ടിരുന്നു. മരിയ എന്നാണ് അവന്റെ ഭാര്യയുടെ പേര്. ആള് വക്കീലും കൂടി ആയതുകൊണ്ട് എൻ്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി. അവർ 2 പേരും ചേർന്ന് എനിക്ക് ആ വിവാഹത്തിൽ നിന്നും മോചനം നേടിത്തന്നു. അലക്സോ, എന്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. അതെ, സത്യത്തിൽ ആള് പാവമാ. നീ തിരുവനന്തപുരത്ത് ആളെ അടിച്ചന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചിരുന്നു. നിന്നോട് പ്രതികാരം ചെയ്യണമെന്ന ചിന്ത പോലും ആൾക്കില്ലായിരുന്നു. പക്ഷേ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആദ്യം വേറെ എങ്ങോ ആയിരുന്നു. അത് ഇങ്ങോട്ടേക്ക് ആക്കിയത് അവനാ. ചിലപ്പോൾ അവന് തോന്നിക്കാണും നിനക്കുള്ള പണിഷ്മെന്റ് ഞാനാണെന്ന്. അവന്റെ ഉള്ളിൽ കുറ്റബോധം കാണും. അവൻ കാരണമാണല്ലോ നിന്റെ പഠിപ്പ് നിന്നതും. അവളൊന്നും പിന്നെയും മിണ്ടിയില്ല. ഞാൻ പോവുക, നാളെ വരാം. എന്നെ കാണാൻ വരാനുള്ള കാരണങ്ങളിലൊന്ന് പ്രണയമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എടുത്തു ചാടിയ പോലെ ഉത്തരയുടെ കണ്ണിൽ നോക്കി അവൻ ചോദിച്ചു. ഞാൻ പോവുക. അത് കേട്ടതും കസേരയിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ധൃതിയിൽ നടന്നു. പോകാനുള്ള കാരണവും പ്രണയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ അടുക്കളവാതിൽ അടുത്തെത്തിയതും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം അവൾ എത്തിയത് മഞ്ഞ സിലിക്കോൺ നിറത്തിലുള്ള സാരിയെടുത്ത് അവനുള്ള ഭക്ഷണം പൊതിയുമായാണ്. ആഹാ, പുറത്തെ മതിലും പൊളിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവിടെ കിടക്കുവാണല്ലേ? അവൾ ചോദിച്ചു. അത് ചുമ്മാ പൊളിഞ്ഞു വീണതായിരിക്കും. അല്ല, കള്ളം. അത് പിന്നെ നിനക്ക് വരാൻ ഇപ്പോ എളുപ്പമായില്ലേ? ഉറക്കപ്പിച്ചിൽ അവൻ പറഞ്ഞു.
എന്നാലും വേണ്ടിയിരുന്നില്ല. നിങ്ങൾ നന്നായിട്ട് കവിത ചൊല്ലുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എനിക്കായിട്ട് ഇപ്പൊ ഒരു കവിത ചൊല്ലിയ ഞാൻ ഇനിയും വരാം. അങ്ങനെ അവൻ അവൾക്കായി പണ്ട് എഴുതി വെച്ച കവിതയും പാട്ടുകളും പഴയ വർത്തമാനങ്ങളുമായി അവരുടെ ഓരോ ദിവസങ്ങളും കടന്നുപോയി. ഒരു ദിവസം ഉത്തര അവനോട് ചോദിച്ചു, അത്രയും ഇഷ്ടമായിരുന്നു എന്നെ? കുഞ്ഞിലെ മനസ്സിൽ കയറി കൂടിയതാ, കാരണമൊന്നും അറിയില്ല, എന്തോ ഇഷ്ടമായിരുന്നു ഒരുപാട്. വാക്കുകളിൽ നഷ്ടങ്ങൾ തിളങ്ങി, കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മകളിൽ പ്രണയം നിറയുമ്പോൾ കണ്ണു നിറയുന്നത് ഒരു അത്ഭുതമാണല്ലോ. എനിക്ക് ഉത്തരയോട് തീരാത്ത സ്നേഹം തോന്നി. പക്ഷേ വാക്കുകളിലൂടെ പോലും അത് പ്രകടിപ്പിച്ചില്ല. പകരം മറ്റൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ ഒരുമിച്ചിരുന്നിട്ടില്ല, കൈകോർത്ത് നടന്നിട്ടില്ല, നിന്റെ ആ ചുണ്ടുകളിൽ ഞാൻ ചുംബിച്ചിട്ടില്ല. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കോ നീ എനിക്കോ നല്ല ഓർമ്മകളൊന്നും സമ്മാനിച്ചിട്ടുമില്ല. എന്നിട്ടും മറക്കാൻ മാത്രം എന്താ കഴിയാതെ പോയത്? നമ്മുടെ നല്ലൊരു പ്രണയകാലം ദൈവം നഷ്ടമാക്കിയല്ലേ? അവൻ ചോദിച്ചു. ഇനിയും പ്രണയിക്കാമല്ലോ. ആ മുഖത്ത് വീണ്ടും നാണം വിരിഞ്ഞു. ആരും അറിയാൻ പാടില്ല. നല്ലതെല്ലാം മനുഷ്യർ ഇല്ലാതെയാക്കും. ഭയം അവളിൽ നിറയുന്നത് ഞാൻ മനസ്സിലാക്കി. ആരും അറിയാതെ നമുക്ക് പ്രണയിക്കാം. കോളേജിൽ നഷ്ടമായ ഓരോ നിമിഷവും നമുക്ക് ഈ ഭൂതത്താങ്കെട്ടിൽ ആസ്വദിക്കാം. നീ എനിക്കെന്നും എൻ്റെ പഴയ ഉത്തരയാണ്. ഞാൻ അറിയാതെ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ ഉത്തര. നിന്റെ കഴിഞ്ഞ കാലം എനിക്കറിയണ്ട, നീ പറയുകയും വേണ്ട. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ഇലക്ഷൻ കഴിഞ്ഞു. രാജീവൻ മന്ത്രിയുമായി. തിരികെ തിരുവനന്തപുരത്തേക്ക് പോകാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഭൂതത്താങ്കെട്ടിലെ പ്രകൃതി സൗന്ദര്യത്തെക്കാൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് പ്രണയമാണ്. ആർക്കും അറിയാത്ത, ആരോടും പറയാത്ത എന്റെയും അവളുടെയും പ്രണയം. നമുക്ക് ഒരു ദിവസം രാത്രി ഭൂതത്താൻ ഡാം വരെ പോകണം. ഞാൻ ഇതുവരെ രാത്രി അതിലേ പോയിട്ടില്ല. പാലത്തിൽ നിന്ന് കണ്ടാ മതി. നെഞ്ചിൽ തല വെച്ച് കവിളിൽ തലോടിക്കൊണ്ട് ഉത്തര പറഞ്ഞു. പോവാം. പോകുന്ന അന്ന് പെരിയാറിന്റെ നടുവിലൂടെ നിർമ്മിച്ച സുന്ദരമായ പാലത്തിൽ വെച്ച് ഭൂതങ്ങൾ കെട്ടിപ്പൊക്കിയ ഡാമിനെ സാക്ഷിയാക്കി നിന്റെ കഴുത്തിൽ ഞാനൊരു മിന്നു കെട്ടട്ടെ? എന്റെ ചോദ്യത്തിന് മറുപടിയായി അവൾ എന്റെ കീഴ്ചുണ്ടിൽ ചുംബിച്ചു. ഈ ചുംബനം ഞാൻ സമ്മതമായി എടുക്കട്ടെ? അവളുടെ ശ്വാസം ശ്വസിച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. എന്റെ കണ്ണിൽ എന്താ കാണുന്നത്? അതാ മറുപടി. എന്റെ കവി അത് വായിച്ചെടുത്തോ? നിന്റെ കണ്ണിൽ എനിക്ക് പ്രണയം മാത്രമേ വായിക്കാൻ കഴിയുന്നുള്ളൂ. ആ പ്രണയമാണ് എൻ്റെ മറുപടിയും. അവൾ ചിരിച്ചു. ഞാനും. ഡാ, നമ്മുടെ ബന്ധത്തിന് എന്തു പേര് കൊടുക്കാം? പ്രണയത്തിന് അപ്പുറം, അവിഹിതത്തിന് ഇപ്പുറം രഹസ്യമായി നിൽക്കുന്ന എന്തോ അല്ലേ നമ്മുടെ ബന്ധം? അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ശരിയാണ്, അവിഹിതം എന്ന് പൂർണ്ണമായി വിളിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ ആരെയും ചതിക്കുന്നില്ലല്ലോ. പ്രണയം എന്ന് വിളിക്കാം. പക്ഷെ പ്രണയിനികളിൽ നിന്നും ഒരുപാട് വ്യത്യാസമില്ലേ നമുക്ക്? ഞാനും ആശയക്കുഴപ്പത്തിലായി. കുറേ അധികം നേരം ഞങ്ങൾ ഇരുവരും ചിന്തയിലായിരുന്നു. പെട്ടെന്നാണ് മനസ്സിലൊരു ചിന്ത ഉടലെടുത്തത്. ഒരു മടിയുമില്ലാതെ അത് ഞാൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു. സീക്രട്ട് ലവ്. അവൾ അത് കേട്ടതും ഒന്ന് തിരുത്തി, മറ്റൊന്ന് കൂട്ടിച്ചേർത്തു. സീക്രട്ട് റൊമാൻസ്. ഞങ്ങൾ ഇരുവരും പരിധികളില്ലാതെ ഉറക്കെ ചിരിച്ചു. ഒരുപാട് വിഷമങ്ങൾക്ക് ശേഷം മനുഷ്യർ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കാണണം. ആ ചിരി വളരെ മനോഹരമായിരിക്കും. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പേരിനൊപ്പം നിന്റെ പേര് ചേർത്ത് പറയാമായിരുന്നു. എനിക്കിപ്പോൾ ആകെ വിഷമം ആ ഒരു കാര്യത്തിലാ. അവളുടെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് ചേർത്ത് പറഞ്ഞ് ചേരുമോ എന്ന് നോക്കട്ടെ? ഉത്തര ബാക്കി പറയട്ടെ? നാണത്തോടെ എന്നെ നോക്കി. പറഞ്ഞോ? അവളെ ചേർത്തു പിടിച്ചു. അവൾ എൻ്റെ ചുണ്ടുകളോട് ചുണ്ട് ചേർത്തു പറഞ്ഞു. അതും സീക്രട്ടായി തന്നെ ഇരിക്കട്ടെ. പറഞ്ഞാൽ സാറിന്റെ പേര് ആരെങ്കിലും കേട്ടാലോ? അങ്ങനെ അവരുടെ പ്രണയവും ജീവിതവും അവന്റെ പേരും സീക്രട്ടായി തന്നെ മുന്നോട്ട് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.